എനിക്ക് ഭയങ്കര ഉറക്കക്കൂടുതലിന്റെ പ്രശ്നം. എന്റെ ഉറക്കമൊക്കെ മാറിയില്ലേ? ആരാ? ഞാൻ അമ്പാൻ. എന്ത് പറ്റി? എന്താ പ്രശ്നം? അയ്യോ, എനിക്കല്ല പ്രശ്നം. പിന്നെ ആർക്കാണ് പ്രശ്നം? എന്റെ അണ്ണന്, രംഗണ്ണന്. കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. അതാരാ? അത് തന്നെയാണ് പ്രശ്നം. അണ്ണനെ ആർക്കും അറിയില്ല. ഇൻസ്റ്റയിൽ ലൈക്കില്ല, FB-യിൽ റീച്ചില്ല, യൂട്യൂബിലാണെ ഫോളോവേഴ്സും ഇല്ല. പുറത്തിറങ്ങി നടന്ന ഒരു പട്ടിയുടെ വില പോലും ഇല്ല. ശരി, അതിന് തന്റെ അണ്ണന്റെ ജോലി എന്താടോ? പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പം കൺസ്ട്രക്ഷനാ. ഇടയ്ക്ക് പൊളിക്കും, പിന്നെയും പണി, പിന്നെയും പൊളിക്കും, പിന്നെയും പണി. എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാ ജോലിക്കും അതിൻ്റെതായ നിലയും വിലയും ഒക്കെ ഉണ്ട്. പക്ഷെ ഡോക്ടറിന്റെ അത്രയും വിലയില്ലല്ലോ. എന്നാ പിന്നെ താനൊരു കാര്യം ചെയ്ത് തന്റെ അണ്ണനെ പിടിച്ച് അങ്ങ് ഡോക്ടറാക്ക്. പ്രശ്നം തീർന്നല്ലോ. യെസ്, ബ്രില്യന്റ്. അണ്ണനെ നമുക്ക് ഡോക്ടറാക്കാം. അണ്ണ, എന്റെ കുഞ്ഞമ്മേന്റെ മോൻ പഠിക്കണ അങ്ങ് എയിംസ് ഡൽഹിയിലാ. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് ഡോക്ടേഴ്സ് ഒക്കെ അവിടെയാ. അണ്ണന് ടോപ്പ് ക്ലാസ് ഒന്നും സെറ്റ് ആവൂല. അല്ല, നിങ്ങളുടെ അണ്ണനെ കൺസ്ട്രക്ഷൻ വർക്ക് ആണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഒരു ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഒരു സ്ഥലത്ത് അങ്ങനെ പണിയും, മറ്റേ സ്ഥലത്ത് അങ്ങനെ പൊളിക്കും. എന്താ ഡോക്ടേഴ്സിന് പാർക്കിംഗ് ഇല്ലേ? എടോ, അവന്മാരോട് വണ്ടി അവിടെ എവിടെങ്കിലും വെച്ചിട്ടൊന്ന് കേറി വന്ന് പഞ്ച് ചെയ്യാൻ പറ. ഇതിപ്പോ ശമ്പളം മാത്രം കൊടുത്താൽ പോരാ, പാർക്കിങ്ങും കൊടുക്കണം. എന്തൊരു പുകിലാ നോക്കിയേ. അതെ, അണ്ണനൊരു അഡ്മിഷൻ വേണം. അണ്ണനോ? ഏതണ്ണൻ? അണ്ണനെ അറിയത്തില്ല? രംഗണ്ണൻ. ദാ നോക്ക്. നാട്ടിൽ നാറിയാണേ, കോഴിയാണേ, വള്ളിക്കെട്ടാണേ, മിന്നും ട്യൂബുലൈറ്റും സീറോ ബൾബും ഒന്നായവനെ, കാലം കണ്ണു പൊത്തി വെച്ചപ്പോൾ ഉണ്ടായവനെ, ഞങ്ങൾ കേണി വെക്കാൻ വന്നവനെ, ഭയമേ എറിപ്പോകും മണ്ണൻ വന്നാൽ കേണി പിടിക്കും, ഇരുട്ടിൽ സിറ്റി മൊത്തം വാഴ വെച്ച അച്ഛനെ സുല്ല്, ഇവനെ തല്ലാനായെന്നും ജനത്തിരക്ക്, ഇവനെ പടച്ചു വെച്ച കടവുളുക്ക് പത്തടി വെച്ച് ഇല്ലം മിന്നാട്ടി ഇല്ലം ചുടുവാനായി ജനിച്ചവൻ. എടാ മോനെ, ഞാൻ രംഗരാജ പ്രതാപവർമ്മ, ഇവരുടെയൊക്കെ രംഗണ്ണൻ. എനിക്കൊരു അഡ്മിഷൻ വേണം. ഏത് കോഴ്സ് വേണം? MBBS, BDS, MS, MD, MDS, BPharm, MPharm, BS Nursing, BSc MLT, DRT, DOT, DTOT, DMLT, ക്യാൻറ്റീൻ സ്റ്റാഫ്, പണിയെടുക്കുന്ന ബംഗാളി. ഇതിൽ ഏത് കോഴ്സാ വേണ്ടത്? അതൊന്നും അറിയില്ല. അണ്ണനെ ഒരു ഡോക്ടറാക്കണം. എങ്കിൽ നമുക്ക് MBBS എടുക്കാം. ഈ MBBS എന്ന് പറയുമ്പോ ഏതിന്റെ ഡോക്ടറാ? അല്ല, അതങ്ങനെയല്ല. ആദ്യം MBBS എടുക്കണം, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്യണം. ഏത് സ്പെഷ്യാലിറ്റിയാ വേണ്ടത്? അണ്ണനെ കയ്യും കാലും ഒടിക്കലാണെന്നല്ലേ ജോലി പറഞ്ഞേ? അപ്പൊ എല്ലിന്റെ ഡോക്ടർ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ അതൊരെണ്ണം അങ്ങ് എടുത്തോ. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, ഇല്ല, ഒരു പ്രശ്നമില്ല. ഇതാ ഞാൻ പറയാൻ വന്നത്. നോ ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പിയാ. ഓ, 4 TKR കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 5 മുട്ട അവിടെ ബാക്കിയുണ്ട്. അതിന്റെ ഇടയിലാണ് ബോർഡ് മീറ്റിംഗ്. എന്നിട്ട് ആ മുനീഷ് അവിടെ. സതീന്ദ്രൻ സാറേ, എന്ത് വന്നാലും നമുക്ക് ഇയാൾക്ക് അഡ്മിഷൻ കൊടുത്തേ പറ്റുള്ളൂ. 3ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരുത്തിന് എങ്ങനെ PG അഡ്മിഷൻ കൊടുക്കാനാ? അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. ഇയാൾ എൻ്റെ വല്യമ്മയുടെ മോൻ്റെ വകയിലൊരമ്മാവൻ്റെ അയൽപക്കത്തെ വീട്ടിലെ മോൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഇത്രയും വേണ്ടപ്പെട്ട കുടുംബക്കാർ വരുമ്പോൾ ഞാൻ എങ്ങനെയാ സാറേ പറ്റില്ല എന്ന് പറയാ? അങ്ങനെയൊക്കെ അഡ്മിഷൻ കൊടുത്താൽ NMC പഞ്ചിങ്ങിന് ഇഷ്യൂ വരില്ലേ? NMC പഞ്ചിങ് മെഷീന്റെ വയറൊക്കെ നിങ്ങൾ എന്നേ ഉരിയതല്ലേ, പിന്നെന്താ പ്രശ്നം? അതും ശരിയാണ്. MS കൊടുത്താൽ കുഹാസ് പ്രശ്നമാക്കും, MD കൊടുത്താൽ NMC പ്രശ്നമാക്കും. ഇയാൾക്കിപ്പോ ഏത് കോഴ്സ് കൊടുക്കും? എന്നാ പിന്നെ നമുക്കൊരു പുതിയ ഡിഗ്രി കൊടുത്താലോ? MDMS. അത് കൊള്ളാലോ. എങ്കിൽ പിന്നെ നമുക്ക് പുതിയൊരു കോഴ്സ് ആക്കി കൊടുക്കാം. ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്, MDMS. ആഹാ, വെൽ ഡൺ മുന്നിക്കുട്ടാ, വെൽ ഡൺ. രംഗബായി MBMS, രംഗബായി MBMS, രംഗബായി MBMS. അണ്ണാ, അപ്പം പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ. അമ്പാനെ, ഇത് ഓപ്പറേഷൻ തിയേറ്റർ അല്ല, കാഷ്വാലിറ്റി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ട അമ്പാനെ. സോറി അണ്ണാ. ഇയാൾ ആരാ അമ്പാനെ? എല്ലാ സീനിലും കയറി അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ഇതാ കോസ്മോസിന്റെ ക്യാപ്റ്റനാ. സെൻട്രൽ ക്യാരക്ടർ വേണമെന്ന് ഒരേ വാശി, അങ്ങനെ പിടിച്ച് നിർത്തിയതാ. മരുന്നുകട ഇവിടെ ഉണ്ടല്ലോ. അണ്ണാ, ഒരു മിനിറ്റേ. വയറ്റിന്ന് പോയിട്ട് 2-3 ദിവസമായി. നല്ല ഷടപടാന്ന് പോകുന്ന എന്തെങ്കിലും ഒന്നിങ്ങ് എടുത്തേ. ഇതാ ചേട്ടാ, വയറ്റിന്ന് പോവാൻ ഇതാ ബെസ്റ്റ്.
ആ കൊള്ളാലോ. ഇതിന്റെ പേരെന്താ? ലൂസ്. ലൂസ്. ഹായ്, കൊള്ളാലോ, നല്ല പേര്. അമ്പാനെ ഇവരാരൊക്കെയായി വരുന്നേ? അമ്പാൻ അമ്പാൻ. ഞാൻ PO. ഞാൻ PFO. ഞാൻ PO. നിങ്ങളോട് ഇംഗ്ലീഷ് ആൽഫബറ്റ് പറഞ്ഞ് കളിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ ആരാ, എന്താ, ഏതാ എന്നാ അണ്ണൻ ചോദിച്ചത്. നിങ്ങളൊക്കെ ജോലി എടുക്കുന്നുണ്ടോന്ന് മോണിറ്റർ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇയാളോ? ഇയാള് പണിയെടുക്കുന്നുണ്ടോ നോക്കുന്ന ആളാണ് ഞാൻ. ഇവര് 2 പേരും പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ആളാണ് ഈ ഞാൻ. ഓ ബ്രില്യന്റ് തന്നെ അണ്ണാ. ശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു വളർച്ച. നിങ്ങളിപ്പോ എങ്ങോട്ടാ പോണേ? ഞാനൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ നിങ്ങളെങ്ങോട്ടാ? ഇയാള് പിന്നെ കറക്റ്റ് ആയിട്ടാണോ ചായ കുടിക്കാൻ പോണത്? പിന്നെ താൻ പോയി നോക്കോടോ. എന്താ അമ്പാനെ എവിടെ? അണ്ണാ പൊട്ടിയ എല്ല് നേരെ ആക്കിക്കൊണ്ടിരിക്കുവാന്നാ തോന്നുന്നത്. എടാ മോനെ, ഇത് അങ്ങനെയൊന്നല്ല. മാറി നിക്കടാ അങ്ങോട്ട്. മാതാപിതാക്കളെ മാപ്പ്, ലിഫ്റ്റ് തരാത്തിന് മാപ്പ്, മെസ്സിന്റെ കാര്യം കഷ്ടം, ഹോസ്റ്റലിൽ ബെഡില്ല പോലും. സബാഷ് സബാഷ് സബാഷ്. വയലാറെഴുതു ഇതുപോലെ. ഇതൊന്നും തീരെ ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ പാട്ടിന്റെ ഇപ്പൊ എന്താ കുഴപ്പം? പാട്ടാ? ഏത് പാട്ട്? നിങ്ങളുടെ ആ കുഞ്ഞമ്മയുടെ വല്യമ്മയുടെ എന്താ അവന്റെ പേര്? രംഗനോ പങ്കനോ? അവനില്ലേ? രംഗൻ. അവനിപ്പോ എന്താ കുഴപ്പം? അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? സിമ്പിൾ ഫ്രാക്ചർ ഉള്ളവന്റെ കൈ പിടിച്ച് വലിച്ചൊടിച്ച് അത് കമ്പൗണ്ട് ആക്കി, കത്തീഡ്രൈസ് ചെയ്യേണ്ട പേഷ്യന്റിനെ പിടിച്ച് ഇന്റുബേറ്റ് ചെയ്തു, ഹാൻഡ് സാനിറ്റൈസറിൽ ആൽക്കഹോൾ കണ്ടന്റ് പോരാന്നും പറഞ്ഞ അതിൽ വിസ്കി ആഡ് ചെയ്യുക. എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്. ഇത്രയുള്ളോ? ഇതൊന്നും വലിയ പ്രശ്നമാക്കണ്ട സാറേ. ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അവന്മാരെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. എന്തേലൊക്കെ ചെയ്. എന്താ രംഗമോനെ, ഹാപ്പി അല്ലേ? രംഗണ്ണ എന്താ പറ്റിയേ? എന്റെ അമ്മ പോലും ഹാപ്പി ആണോന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. സൂരജിനെ അറിയാലോ അല്ലേ? നമ്മുടെ ഫാർമസിയിലെ സ്റ്റാഫാണ്. നമ്മുടെ സഫയറിന്റെ ഫുട്ബോൾ ടീമിന്റെ സ്ട്രൈക്കർ സ്റ്റാർ പ്ലെയറാ. അടി അടി. ഇത് നിന്നോട് ഇപ്പോഴാണോ കൊടുക്കാൻ പറഞ്ഞത്? ഇത് നാളത്തെ ഫൈനൽ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ടിൽ വെച്ച് കൊടുക്കാം. പ്രൈസ് മണി ആയിരിക്കും അല്ലേ കവറിൽ? ഇത് സസ്പെൻഷൻ ഓർഡറാ. ഇപ്പൊ ഓഫീസിന് അടിച്ചങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോ കൊടുത്താലേ നാളത്തെ കളിക്ക് നമുക്ക് ആളുണ്ടാവില്ല. അതുകൊണ്ട് നാളത്തെ ഫൈനൽ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ വെച്ച് കയ്യോടുകൂടി അങ്ങോട്ട് കൊടുക്കാം. എന്തൊരു കരുതലാണ് ഈ മനുഷ്യന്. രംഗണ്ണ, ചെറിയൊരു പ്രശ്നമുണ്ട്. അണ്ണൻ ഈ 3ാം ക്ലാസ്സിന്റെ പരീക്ഷ 4 തവണ എഴുതിയതുകൊണ്ടേ NMCന്ന് MDMSന്റെ കോഴ്സിന് ചെറിയൊരു അഫിലിയേഷൻ പ്രശ്നം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാ? എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയൊരു പരീക്ഷ എഴുതണം. അത് പാസ്സായാലേ നമുക്ക് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അണ്ണന് പരീക്ഷ ഒന്നും പറ്റത്തില്ല. പണ്ട് 3ാം ക്ലാസ്സിൽ 4 തവണ തോറ്റപ്പോ അണ്ണൻ ശബ്ദം എടുത്തതാ ഇനി പരീക്ഷയെ എഴുതത്തില്ല. അതൊന്നും കാര്യമാക്കണ്ട. എക്സാമിന്റെ തലേന്ന് മുനീസ് സാർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് തരും. വാക്കാണോ? ഈ മുടക്കല്ലൂർ മല MMCക്കുള്ളതാണെങ്കിൽ NMC ക്വസ്റ്റ്യൻ പേപ്പർ രംഗണ്ണനുള്ളതാ. ഇത് മുനീഷേട്ടന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. അതിലാണ് ഞാനും മൊത്തം പിടിച്ചു നിൽക്കുന്നത്. എന്റെ മുനീഷേട്ടാ, എന്റെ രംഗണ്ണ, മുനീഷേട്ടാ, രംഗണ്ണ, മുനീഷേട്ടാ. കിട്ടി അണ്ണാ, കിട്ടി. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ചക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്നു നടുവൊടിക്കും. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ചക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്നു നടുവൊടിക്കും.
എടാ മോനെ, എടാ മോനെ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലടാ. രംഗണ്ണ അത് ഐ ക്യാൻ എക്സ്പ്ലെയിൻ പ്ലീസ്. നീ ഒന്നും പറയണ്ട, നിന്നെ ഞാൻ എന്റെ ബിബിമോനെ പോലെയല്ലേ. എന്താ നിന്റെ പ്രശ്നം? എന്താണെന്ന് നിനക്കറിയില്ല അല്ലടാ. ഈ MMCയിൽ വൈറ്റും എന്റെ മാത്രം ഐഡന്റിറ്റിയാടാ. അതാണടാ നീയൊക്കെ തട്ടിയെടുത്തത്. അവന്റെ ഡിപ്പാർട്ട്മെന്റും ഇവന്റെ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് മറ്റവന്റെ ഡിപ്പാർട്ട്മെന്റൊപ്പം കൂടി എനിക്കിട്ടുണ്ടാക്കുന്നു. കോക്കസ്, ഗ്രൂപ്പിസം, നെപ്പോട്ടിസം, ഡിപ്പാർട്ട്മെന്റിസം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നോടാ. ഐഡന്റിറ്റിയിൽ തൊട്ട് കളിക്കുന്നോടാ. ദിസ് ഈസ് മുനീഷ് കുമാർ. നീയും നിന്റെ ഒരു ഐഡന്റിറ്റിയും. അയ്യോ മുനീഷ് സാറ് കുഴിയിൽ പോയേ. സാറേ മുനീഷ് സാറ് കുഴിയിൽ പോയി. അയ്യോ കുഴിയിലോ? ഏത് കുഴിയില് സാറേ അത് ഏത് ക്യാൻറ്റീന് വേണ്ടി നമ്മൾ കുഴിച്ച കുഴിയില്ല? അല്ല റീറ്റെയിനിങ് വാളിന്റെ കുഴിയിലാണോ? അല്ല പാർക്കിങ്ങിന് വേണ്ടി കുഴിച്ച കുഴിയിലാണോ? അവിടെ അല്ല സാർ. പിന്നെ ഏത് കുഴിയിലാ? ആ ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെ ബേസ്മെന്റിലുള്ള ആ പഴയ കിണറില്ലേ, അവിടെയാണ് സാർ. ചതിച്ചല്ലോ ദേവി. കേൾക്കുന്നുണ്ടോ? കേക്കാവോ? സാറിന് അനക്കൊന്നുമില്ലല്ലോ, എന്താ ചെയ്യാ? മുനീഷ് സാറേ, പാലക്കാട് NMC ക്ലിയർ ചെയ്തു. 150 സീറ്റും കിട്ടി. അനക്കമുണ്ട്, ഞാൻ കേട്ടു. പണ്ട് താമ്പൂല പ്രശ്നം വെച്ച് ദേവസ്ഥാനം കൽപ്പിച്ച് നിലനിർത്തി പോന്ന കിണറാ. ഒരു 10-20 ആണ്ട് പഴക്കം ചെന്ന ദേവസ്ഥാനമാണത്. ഫയർഫോഴ്സിനെ വിളിച്ചിട്ടൊന്നും വരാൻ കൂട്ടാക്കുന്നില്ല. എന്റെ മുനീഷ് മോനെ ഇനി ആര് വന്ന് രക്ഷിക്കാനാ? ഞാൻ ഇറങ്ങാം. അണ്ണാ, ദേവസ്ഥാനത്തുണ്ട കിണറ, ഇറങ്ങിയ പൊടി പോലും കിട്ടത്തില്ല. അമ്പാനെ, ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ നീ ഇറങ്ങൂലടാ. ഏയ്, ഞാൻ ഇറങ്ങൂല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ. അണ്ണോ, മുനീഷ് സാറിന് കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. വലിച്ചോ, എല്ലാരും വലിച്ചോ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. അമ്പാനെ, എന്തു പറ്റി? ചക്ക എന്നാ തോന്നുന്നു അണ്ണാ. അമ്പാനെ, ലൂസടി. ഓക്കെ അണ്ണാ, ഫുൾ ബോട്ടിൽ അടിച്ച് തീർത്തിട്ടുണ്ട്. എടാ അമ്പാനെ, ഞാൻ നിന്നോട് ഒരു കയറ് ലൂസടിക്കാനാ പറഞ്ഞത്, അല്ലാതെ അതെടുത്ത് കുടിക്കാനല്ല. അയ്യോ അണ്ണാ, പണി പാളിയെന്നാ തോന്നുന്ന. അമ്പാനെ, അതൊന്ന് ഓഫ് ചെയ്. ഓഫായ അണ്ണാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണാ. വേഗം വലിച്ചു കേറ്റ്. ഉള്ള ഗ്യാസ് മൊത്തം പോയണ്ണാ. കൂടെ ഉള്ളവരും. അറ്റ്മോസ്ഫിയർ മോശമായോണ്ട് വേറെ ആരെങ്കിലും വരുമെന്ന് തോന്നുന്നില്ല അണ്ണാ. ഇനി നമ്മൾ എന്ത് ചെയ്യും അണ്ണാ? വത്സ, ഞാൻ വരാം. ഈ ദേവസ്ഥാനത്തിന്റെ അധിപനല്ലേ ഈ അവതരിച്ചിരിക്കുന്നത്? ഈ അടിയനെ രക്ഷിക്കാൻ അങ്ങ് നേരിട്ട് അവതരിച്ചല്ലോ. അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും. എനിക്കൊന്നും വേണ്ട വത്സ. ഡോക്ടേഴ്സ് ഡേ ഒക്കെ അല്ലേ, നമ്മുടെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും ബോണസോ ഇൻക്രിമെന്റോ കട്ട്സോ ഒക്കെ കൊടുത്ത് അവരൊന്ന് സന്തോഷിപ്പിച്ചാൽ മതി. ഇനി നെബുലൊക്കെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ആ പാവം കോസ്മോസിനൊന്ന് കൊടുത്താൽ മതി. അവിടുന്ന് പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാം. കാരണം സ്വന്തം ഡോക്ടർമാരെ പൊന്നുപോലെ നോക്കുന്ന മാനേജ്മെന്റാ നമ്മുടെ. വെൽക്കം ടു മർണക്കിണർ ട്രപ്പീസും തലയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്ന് വരും സിംഗങ്ങൾ സർക്കസ് ആരംഭം സകല കല അഭ്യാസം സിറയിലെല്ലാം ആനന്ദം നടക്ക പോരൻ ഭൂകമ്പം വിജയനഗര സാമ്രാജ്യ കമ്പഗൗഡ രാജാതി രാജനഗര സന്നദ്ധി ടക്കാടക്കാട് പിള്ളാത് ടണക്കട ഡബിൾ മോൾഡ് സ്കൂതട്ടി കല്ലഹ സോഡ ട്രൈ അടിച്ചാൽ കൊടും വാള്